നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജീവേട്ടാ നമസ്കാരം. നമസ്കാരം. രാജീവേട്ടാ, നമ്മുടെ വളരെ പ്രസിദ്ധനായൊരു കവി അടുത്ത കാലത്ത് ഒരു വിശ്വോത്തര സാഹിത്യ കൃതി, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സാഹിത്യകൃതി സൗന്ദര്യലഹരി എല്ലാവർക്കും അറിയുന്നതാണ്. ശങ്കരാചാര്യ വിരചിതമാണ്. ആ കൃതിയെ മലയാളത്തിൽ അദ്ദേഹം തർജ്ജമ ചെയ്ത് കവിതാരൂപത്തിൽ തന്നെ, പദ്യരൂപത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു, ആവിഷ്കരിച്ചു. മറ്റാരുമല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അത് ചെയ്തത്. അപ്പോൾ ആ സൗന്ദര്യലഹരിയെക്കുറിച്ചും ആ തർജ്ജമയെക്കുറിച്ചും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിനെ സംബന്ധിക്കുന്ന ചില അറിവുകൾ, വിശകലനം ഒക്കെ ഒന്ന് പങ്കുവച്ചാൽ നല്ലതായിരുന്നു. വളരെ രസകരം ആയിട്ട് പറയുന്നത്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരി പരിഭാഷപ്പെടുത്തിയതോടുകൂടി അദ്ദേഹം സംഖ്യയായി. താങ്കൾ ചോദിക്കുന്നത് സൗന്ദര്യലഹരി അതിൻ്റെ പ്രത്യേകത, പക്ഷേ ഇതല്ല നമ്മുടെ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് കേരള സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക നിലവാരം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്നെ സംഖ്യയാക്കി എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, സൗന്ദര്യലഹരി ശങ്കര വിരചിതമാണോ എന്നുള്ളൊരു ഡിസ്കഷൻ ഒരു കാലത്ത് വിദ്യാവാചസ്പതി വി പനോളിയെ പോലുള്ളവർ നടത്തിയിരുന്നു. മാതൃഭൂമിയിൽ സ്ഥിരം ഇങ്ങനെ പരമ്പര വന്നിരുന്നു. ഞാനത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അതൊക്കെ വായിച്ചു. പിന്നെ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ വ്യാഖ്യാനമുണ്ട്. തെക്കേ അമ്പാടി മീനാക്ഷി അമ്മയുടെ വ്യാഖ്യാനം, പിന്നെ സരസ്വതി എസ് വാര്യർ അവർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയില്ല എനിക്ക്, മറ്റതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും കൂടിയും ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുമ്പോൾ അത് ചർച്ചയാവുന്നു. നേരത്തെ ചങ്ങമ്പുഴ സൗന്ദര്യലഹരി ചെയ്യാൻ ശ്രമിച്ചു. സാക്ഷാൽ കുമാരനാശാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പക്ഷെ എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും പൂർണ്ണമായിട്ടും വിജയിച്ചില്ല. പിന്നെ നമ്മുടെ സാക്ഷാൽ രാജാ രവിവർമ്മ സ്ഥിരമായി സൗന്ദര്യലഹരി ചൊല്ലുമായിരുന്നു. പിന്നെ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അടിസ്ഥാനം മാത്രമല്ല ആരൂഢവും സൃഷ്ടിച്ച കേരളപാണി രാജരാജവർമ്മ സ്ഥിരമായിട്ട് സൗന്ദര്യലഹരി ചൊല്ലും. ആ സമയത്ത് ഭാര്യ വീണയിൽ മീട്ടും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു. അതിൽ നിന്നും ചുള്ളിക്കാട് സൗന്ദര്യലഹരി തർജ്ജമ ചെയ്യുമ്പോൾ അപ്പം അതിന് ഒരു പാരഡോക്സും കൂടി ഉണ്ട് അതിൽ. കാര്യം, മാധവിക്കുട്ടി ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പോയപ്പോൾ ഈ വിദ്വാൻ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് പോയ ആളാണ്. ബുദ്ധമതത്തിൽ പോയ ഒരാൾ ശങ്കരാചാര്യരുടെ, അതായത് ബൗദ്ധ ദർശനത്തെ വാദത്തിൽ, തർക്കത്തിൽ തോൽപ്പിച്ച് അദ്വൈത വേദാന്തത്തെ സ്ഥാപിച്ച ആളാണ് ശങ്കരൻ. പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് പോലും അപ്പം അങ്ങനെ പോയ ഒരാൾ ഇപ്പോൾ സൗന്ദര്യലഹരി പരിഭാഷപ്പെടുത്തുന്നു. അതും മാതൃഭൂമിയെ പോലെ ഒരു പാരമ്പര്യമുള്ള മാസികയിൽ. പാരമ്പര്യം എന്ന് വെച്ചാൽ ഇടക്കാലത്ത് ആ പാരമ്പര്യമൊക്കെ വിട്ടുപോയി. അപ്പൊ ഇവിടെ നമ്മൾ ഈ നവ ലിബറൽ സാമ്പത്തിക നയം എന്ന് പറയുന്ന പോലെ നവമാധ്യമ സിംഹങ്ങൾ കടന്നു വന്നതോടുകൂടിയാണ് മാതൃഭൂമി അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചത്. ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈ പാരമ്പര്യത്തിനെതിരെ, പൈതൃകത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് പുരോഗമനം എന്ന ഇടക്കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ അല്ലെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി മലയാളിക്ക്. അതങ്ങനെ ഇപ്പൊ നമ്മുടെ കെ ദാമോദരൻ മരിച്ചിട്ട് 50ാം വാർഷികം, ഭാരതീയ ചിന്തയൊക്കെ എഴുതിയ ഇന്ത്യയുടെ ആത്മാവ് എഴുതിയത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെയെല്ലാം തിരസ്കരിക്കാൻ ശ്രമിക്കുക, അതിനെ പറ്റാതാവുക, അവിടെയാണ് ഈ സൗന്ദര്യലഹരി പോലെയുള്ള ഒരു കൃതി സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു കാലാതിവർത്തിയായി നിലനിൽക്കുന്ന ഒരു കൃതിയാണ്. അതിനെ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുമ്പോൾ ഇപ്പം ഇവിടെ ഒരു സഹോദരി എഴുതിയ ഒരു സംശയം, ഇതാണ് നമ്മുടെ ഹിന്ദു സമൂഹം, സനാതനധർമ്മ സമൂഹം എനിക്ക് തോന്നുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം.
മാതൃഭൂമിയിൽ ആണെങ്കിലും ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടേണ്ട കൃതിയാണോ ഇത്? പുസ്തകമാക്കി ഭക്തിയോടെ സമീപിക്കുന്നവർക്ക് മാത്രം അനാവരണം ചെയ്യപ്പെടേണ്ട രഹസ്യമല്ലേ സൗന്ദര്യലഹരി? ഒരു ധാരണയുമില്ലാത്തവർക്ക് അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള അവസരം കൊടുക്കലായി പോയി എന്നാണ് അഭിപ്രായം. പിന്നെ വരുന്ന ഒരു അഭിപ്രായം, ദേവിയെയും അമ്മയെയും പെങ്ങളെയും മകളെയും സ്ത്രീ എന്ന ഒരേ ഒരു കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യർ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ. കഷ്ടം തന്നെ. വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള അതായത് ഈ സൗന്ദര്യ ലഹരിയെ വഴിയിൽ കിടക്കുന്ന ഒരു ചെണ്ടയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർക്കും കയറി കൊട്ടാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടായോ? ഇതാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ സ്വയം വഞ്ചിക്കാൻ പോലും ഒരാൾക്ക് അവസരമുണ്ട്. അത് ഭംഗിയായിട്ട് മലയാളികളെ പ്രത്യേകിച്ചും സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നു. ഇവിടെയാണ് അതായത് സമൂഹത്തിനൊരു ദിശാബോധം നൽകേണ്ട ഒരു ദർശനം. ഇപ്പം സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ പുറത്തും ഒക്കെ പഠിക്കുന്നത് ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം. വിശ്വ ആധ്യാത്മിക സാഹിത്യ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ശങ്കരാചാര്യസ്വാമി എഴുതിയതാണോ അല്ലയോ എന്നുള്ളത് വേറെ, അത് രണ്ടാമത്തെ കാര്യം. അതെ. പിന്നെ ചുള്ളിക്കാടിന്റെ പരിഭാഷ അത് ഉത്തമമാണ് അല്ലയോ എന്നുള്ള ഗ്രന്ഥം. അല്ല, എങ്കിലും അവിടെ ഒരു സംശയമുള്ളത്, ഈ മൂലകൃതിയോട് ആ തർജ്ജിമ നീതി പുലർത്തുന്നുണ്ടോ? എത്രത്തോളം അതിനോട് അടുത്ത് നിൽക്കുന്നു? ഇപ്പൊ 2-3 ലക്കങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നാട്ടില് മലയാളികൾ ഇത് പൂർണ്ണമായിട്ടും പുറത്തു വരുന്നതിന് മുമ്പേ വേണ്ടാത്ത തലങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു ഇതല്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം, സൗന്ദര്യലഹരി പോലുള്ള കൃതികൾ അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കൃതിയാണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആസ്തികന്മാര് നടത്തുന്നത് ആ ഒരു ഈശ്വരവിശ്വാസികളായവർ ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ AR രാജരാജവർമ്മയും അങ്ങനെ സമൂഹത്തിലെ ഉന്നതരായ ഒരു ആൾക്കാർ ഒരു കാലത്ത് ഇത് സ്ഥിരം പാരായണം ചെയ്തിരുന്നതാണ്. അപ്പം അത് മനുഷ്യ മനസ്സിൻ്റെ സംസ്കരണത്തിന് ആഗ്രഹിക്കുന്നവർ ഉപയോഗിച്ച ഒരു അങ്ങേയറ്റത്തെ കൃതിയാണ്. കാരണം രാമകൃഷ്ണ പരമഹംസരൊക്കെ പറയുന്ന പോലെ ഈശ്വരൻ്റെ മാതൃഭാവം അത് സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. അതെ, ഈശ്വരനെ മാതാവായിട്ട് കണ്ട് പൂജിക്കുന്ന ഒരു ആരാധിക്കുന്ന, അവിടെയാണ് വന്ദേ മാതരം അതിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത്. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ ഈശ്വരൻ അമ്മയായി കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നതും കേൾക്കുന്നതും എന്തും അമ്മയാകുന്ന ഒരു 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 അങ്ങനെ ഒരു സംസ്കാരം കൂടി നമ്മളിലുണ്ടായി. അതിൻ്റെ ഒരു ഭാവന, ആ ഭാവനയിൽ നിന്നും വിരിഞ്ഞു വരുന്ന സർഗപ്രതിഭ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. എല്ലാ ഭൂതങ്ങളിലും എല്ലാ വസ്തുക്കളിലും അമ്മയെ ദർശിക്കുന്ന ഒരു സങ്കല്പം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഭാരതീയ സംസ്കാരം എന്താണ്? ഈ കൊട്ടിഘോഷിക്കുന്ന ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സവിശേഷത സൗന്ദര്യലഹരിയിൽ കൂടെ വരുന്നുണ്ട്. കാര്യം രാമകൃഷ്ണ പരമഹംസരും പിന്നീട് അതിനു മുമ്പുള്ളവരും ആദിശങ്കരാചാര്യ മുതൽ ഉള്ള ആൾക്കാർ പരമ്പര എന്ന് പറയുന്നവർ മുന്നോട്ട് വെച്ചൊരു ദർശനം മാതാവിൻ്റെ രൂപത്തിൽ. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പം എൻ്റെ ഈ പുസ്തകം ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും കന്യാകുമാരി മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠം വരെ സഞ്ചരിച്ച് തയ്യാറാക്കിയതാണ്. ഇവിടെയൊക്കെ ഇത്തരം കൃതികൾ പഠിക്കുന്നുണ്ടോ? അത് സാധനാരൂപേണ പഠിക്കുന്നുണ്ടോ? കാര്യം ഇവിടെ നിന്നല്ലേ ശങ്കരകൃതികൾ പഠിക്കേണ്ടതും. ശങ്കരൻ്റെ നാട്ടിൽ ശങ്കരദർശനം എന്തുകൊണ്ട് ശങ്കിക്കപ്പെടുന്നു? ഇപ്പം ശങ്കരാചാര്യരുടെ പേരിൽ ഒരു സർവകലാശാലയുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ജീവിതദർശനത്തിനോ എന്ത് നേട്ടമാണ്? അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഈ പറയുന്നത് പോലെ അത് പരത്തുന്ന ഒരു പ്രകാശം, അതിനെ കെടുത്തുന്ന ഒരു സ്ഥാപനമാണോ അതെന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. സാധാരണ ബുദ്ധിപരമായൊരു സത്യസന്ധത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ശങ്കരാചാര്യ എതിർക്കുന്ന ആൾക്കാർ ആ ശങ്കരാചാര്യരുടെ പേരുള്ള സർവകലാശാലയിൽ ജോലി ചെയ്യാൻ പാടില്ല. അതാണല്ലോ അറ്റ്ലീസ്റ്റ് ഒരു
ബുദ്ധിപരമായ സത്യസന്ധത. രാജീവേട്ട, അതൊരു ആത്മവഞ്ചനയിൽ കുറഞ്ഞ ഒന്നുമല്ല. അതായത് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, ആചാര്യ നരേന്ദ്രഭൂഷൺ എഴുതിയതാണ്. ഇത് മകനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിടിച്ച് വ്രതം നോക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അവനെ കൊണ്ട് കാവടി എടുപ്പിക്കുന്ന മാർക്സിസ്റ്റുകൾ എന്നൊരു പ്രയോഗം അദ്ദേഹം പണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ആത്മവഞ്ചന, ഇത് ഞാൻ മാർക്സിസ്റ്റുകാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കേട്ടോ, പൊതുവെ മലയാളി ഇങ്ങനൊരു ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശങ്കരൻ്റെ കാര്യത്തിലും ശങ്കര ദർശനം പഠിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥാപനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അത് സംഭവിച്ചു കഴിഞ്ഞു. ഈ സൗന്ദര്യലഹരിയുടെ പരിഭാഷ പ്രത്യേകിച്ച് മാതൃഭൂമിയിൽ കൂടെ വരുമ്പോൾ താങ്കൾ പറയുന്ന ഈ പോയിന്റ് ഉണ്ട്, അത് രാഷ്ട്രീയം നമ്മൾ നോക്കണ്ട, ജാതി മതമൊന്നും നോക്കണ്ട, നമ്മൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നടത്തുന്ന ഒരു ആത്മവഞ്ചന, ആരായിക്കോട്ടെ മലയാളി നടത്തുന്ന ഒരു ആത്മവഞ്ചന. കാര്യം ആത്മാവില്ല എന്ന് പറയുകയും ചെയ്യുക, എന്നിട്ട് ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക. അങ്ങനല്ല, അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു ഗ്രന്ഥമാണ്. അങ്ങനെയുള്ളവർക്കെന്ന് വെച്ചാൽ യഥാർത്ഥ സാധകന്മാർക്ക് വഴികാട്ടിയായ ആണ് ഒരു സൗന്ദര്യലഹരി. അത് ശങ്കര വിരചിതമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതെ, അതായത് മനസ്സംസ്കരണത്തിന്, മനസ്സിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും പറ്റിയൊരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി. അതുമാത്രമല്ല, കട്ടിങ് അക്രോസ് ദ ലൈൻ വരുന്ന ഇപ്പൊ ശ്രീമദ് ഭഗവത്ഗീതയായാലും ഇപ്പൊ പറയുന്നത് APJ അബ്ദുൽ കലാമാണ് നമ്മുടെ രംഗനാഥാനന്ദ സ്വാമികളുടെ ഭഗവത്ഗീതയ്ക്ക് അവതാരിക എഴുതിയപ്പോൾ ഭഗവത്ഗീത ഈസ് എ യൂണിവേഴ്സൽ സ്ക്രിപ്ചർ വിത്ത് എ നാഷണൽ ഔട്ട്ലുക്ക്. ഇതൊരു വിശ്വ ഗ്രന്ഥമാണ്, ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള. അപ്പം അതുപോലുള്ള ഗ്രന്ഥത്തിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ, അതും നമ്മുടെ സാംസ്കാരിക നായകന്മാര്, അക്കാഡമിക് വിദഗ്ധന്മാര്, നേരെ വെച്ച് വീട്ടമ്മമാരും അവരും ഒക്കെ ചെയ്യുന്ന വളരെ ശ്രദ്ധാപൂർവം ഭക്തി, യുക്തി, വിഭക്തി ഇങ്ങനെ ഉള്ള കാര്യത്തിൽ നമ്മൾ മലയാളികളെ എവിടെ നിൽക്കുന്നു. ഇത് ചില കാര്യങ്ങൾ ഇപ്പോൾ ശബരിമലയിലും ഗുരുവായൂരും നടക്കുന്ന കൊള്ളയും ഇതൊക്കെ അവിശ്വാസികളാണ്. കേരളത്തിൽ നിന്ന് വിട്ട് പോയാൽ അവിടെ വിശ്വാസികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ വിശ്വാസി അവിശ്വാസി എന്നല്ല, മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു ദാർശനിക ഗ്രന്ഥമായി തീരാണ്. നമ്മുടെ മാനവ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് എന്താണ് സഹായകമാകുന്നത്, എന്താണ് അധോഗതിക്ക് കാരണം, അതിനെ അതിജീവിക്കാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ചർച്ച ചെയ്യുക. അതിനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ജീവിതത്തിലെ നിത്യോപാസനയ്ക്ക് ആശ്രയിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് സൗന്ദര്യലഹരിയെ കരുതപ്പെടുന്നത്. അത് പക്ഷെ അങ്ങനെ ചിന്തിക്കുമെങ്കിൽ അത് നിത്യജീവിതത്തിൽ അത് തന്ത്രശാസ്ത്രം. ഇതൊരു സൗന്ദര്യലഹരി ഒരു വേദാന്ത ശാസ്ത്രമായിട്ട് ആരും എടുക്കുന്നില്ല. തന്ത്രശാസ്ത്രത്തിന്റെ ഒരു ആധികാരിക ഗ്രന്ഥം ആയിട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സനാതനധർമ്മ സാഹിത്യത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ നമ്മൾ വേണ്ട രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ അത് പഠിപ്പിക്കാൻ വേണ്ടുന്നൊരു സംവിധാനം, ഒരു അക്കാഡമിക് പ്ലസ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള അങ്ങനെ ഒരു കൂടിച്ചേരൽ, ഒരു സംയുക്തമായ ഒരു തലത്തിൽ അത് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം. ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ നാട്ടിൽ. അതുകൊണ്ടാണ് പണ്ട് ആഗമാനന്ദ സ്വാമി ഇവിടെ നിന്നൊക്കെ വിട്ടുപോയി കാശിയിൽ ഉപരിപഠനത്തിന് ഇരിക്കുന്ന സമയത്ത് കാശിയിൽ വെച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, ശങ്കരനെക്കുറിച്ച് ഇങ്ങനെ പൊക്കിപ്പറയുന്ന ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരനെക്കുറിച്ച് ഇങ്ങനെ പൊക്കിപ്പറയുന്ന നിങ്ങൾ മലയാളികൾ സാക്ഷാത് ശങ്കരന് വേണ്ടി എന്ത് ചെയ്തു? ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കാശിയിൽ നിന്ന് മറുപടിയില്ലാതെ നമ്മൾ മലയാളി തലകുനിച്ച് നിൽക്കേണ്ട സംസ്കാരമുണ്ട്, പിന്നെ പ്രബുദ്ധര് എന്ന് അവകാശപ്പെടുന്ന വലിയ ബൗദ്ധിക നേട്ടങ്ങൾക്കുടമ എന്ന് അഹങ്കരിക്കുന്ന മലയാളി ലജ്ജ കൊണ്ട് നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു ചോദ്യമാണ് അങ്ങിപ്പോൾ ചോദിച്ചത്. അതിനൊരു മറുപടി ആഗമാനന്ദ സ്വാമി 1936
ഒരു ശങ്കര ജയന്തിയിലാണ് ശങ്കരൻ്റെ മണ്ണിൽ കാലടി അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അതിനു മുമ്പ് നമ്മുടെ സാഹിത്യകുശലൻ ടി.കെ. കൃഷ്ണമേനോൻ പറയുന്നുണ്ട്, ശൃംഗേരി മഠത്തിൽ നിന്ന് കൊച്ചി രാജാവിന് ഒരു മെസ്സേജ് വന്നു, ശങ്കരാചാര്യ ജനിച്ചത് കാലടിയിലാണെന്ന് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വേഗം കൊച്ചി മഹാരാജാവ് ടി.കെ. കൃഷ്ണമേനോന് വിവരം കൊടുത്തു, അത് ഒന്ന് പോയി അന്വേഷിക്കണം. ടി.കെ. കൃഷ്ണമേനോന് അവിടേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഈ കാലടിയിലേക്ക് 1905 അവിടെയും ഒരു 100-120 വർഷം കഴിയുമ്പോൾ ഉണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ആ ടി.കെ. കൃഷ്ണമേനോൻ്റെ പിന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്, പന്നികളുടെ കാഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാലടി, ശങ്കരന്റെ ജന്മനാട്. അങ്ങനെ അതിൽ നിന്നും മാറി ഇപ്പോൾ ആഗമാനന്ദ സ്വാമികളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ഇനിയും ഈ ചുള്ളിക്കാടിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന സൗന്ദര്യലഹരി അതൊക്കെ ഒരു നിമിത്തമായി കണ്ട് വളരെ രസകര ബുദ്ധമതത്തിലേക്ക് അങ്ങോട്ട് വീണ്ടും ശങ്കരാചാര്യരിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതും മാതൃഭൂമി അതിനെ ആ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ ഒരു പോസിറ്റീവ് എലമെന്റ് കാണാൻ. തീർച്ചയായിട്ടും അല്ല, നമ്മൾ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് എന്തിലും നന്മ കണ്ടെത്തുന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, അവരുടെ ഒരു പ്രധാന സ്വഭാവം അതാണ്. അങ്ങനെ ആയിരിക്കണം. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ സാക്ഷാൽ ശങ്കരാചാര്യസ്വാമി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സംഖ്യ. അതെ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ സാഹചര്യത്തിലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് സനാതനധർമ്മം ക്ഷയിക്കാം, പക്ഷെ അത് നശിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നല്ല, ഇത്തരത്തിലുള്ള കാര്യത്തെ വളരെ സർഗാത്മകമായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ഹിന്ദു സമൂഹം ഈ മാർക്സിസ്റ്റ് തത്വചിന്തയൊക്കെ വന്നിട്ട് ഹിന്ദു സമൂഹം റിയാക്റ്റീവാണ്, ക്രിയേറ്റീവ് അല്ല. ഇവരുടെ ആകണം. കാരണം പ്രതിരോധം, പൊരുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സർഗാത്മകമായി നമുക്ക് എങ്ങനെ ചിന്തിക്കാം. ശങ്കരാചാര്യസ്വാമി പോലെയുള്ള മഹാരഥന്മാർ നമുക്ക് വഴികാട്ടി തന്നിട്ടുണ്ട്. തീർച്ചയായും അതെങ്ങനെ കൃതികളിലേക്കൂടെ, അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്കൂടെ. ഇപ്പം നിർവാണാഷ്ടകം അത് വേദാന്ത ശാസ്ത്രമാണ്. സൗന്ദര്യലഹരി എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാനുണ്ട്. കാര്യം ഇത് അധികാരി ഭേദം, ഇത് പഠിക്കാൻ ആൾക്കാരാണ്, പഠിപ്പിക്കാൻ ആൾക്കാരാരാണ്. ഇപ്പം കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ ഉണ്ടായിരുന്നു, തെക്കേമ്പാടി മീനാക്ഷി അമ്മ ഉണ്ടായിരുന്നു. വേറെ ഇനി ഇതിലേക്ക് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് ഗുരുക്കന്മാർ സിദ്ധവിദ്യ അഭ്യസിക്കുന്നവരുണ്ട്. സിദ്ധസമാജം വടകരയിൽ അവിടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള കുറേ ദർശനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുന്നുണ്ട്. ശങ്കരാചാര്യ എന്നല്ല അദ്ദേഹം പറയുന്നത്, പക്ഷെ അവിടെയൊക്കെ നടക്കുന്ന ഉപാസനാ രീതി അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ശങ്കരാചാര്യസ്വാമി എഴുതിയതാണോ എഴുതിയില്ലെങ്കിലും സൗന്ദര്യലഹരിയിലേക്ക് വരുന്നുണ്ട്. കാരണം സൗന്ദര്യത്തിൻ്റെ ഒരു ശക്തിയുടെ ഒരു സൗന്ദര്യം അതൊന്നും ഒരു പാശ്ചാത്യ ചിന്തകൾക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഈ പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്കൊരു സൗന്ദര്യമുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് അതിൻ്റെ ലഹരി, അതറിയുമ്പോഴുള്ള ലഹരിയെക്കുറിച്ചാണ് ഇവിടെ പലവിധ. ഇപ്പം എന്താ തൂഫാനൊക്കെ നടക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അത് പറയുമ്പോൾ വളരെ ഓക്വേർഡായിട്ട് തോന്നും. സൗന്ദര്യലഹരി പോലുള്ള കൃതികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം ഇതൊരു വലിയൊരു സന്ദേശമായിട്ട് നമ്മുടെ ഇപ്പം ലളിതാ സഹസ്രനാമം, ഇപ്പം അമൃതാനന്ദമയി മഠമൊക്കെ ചെയ്ത എന്താണ്? അതെ, ലളിതാ സഹസ്രനാമം പ്രചരിപ്പിക്കുകയായിരുന്നു. വലിയ അതിൻ്റെ ഒരു ഹയർ ഗ്രേഡാണ് സൗന്ദര്യലഹരി. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ എന്തായാലും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ ഉദ്യമം, അതിനെ നമുക്കും ഒരു സർഗാത്മകമായിട്ട് തന്നെ കാണാം, ക്രിയേറ്റീവായിട്ട് തന്നെ കാണാം. സൗന്ദര്യലഹരിയെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ ഇവിടുന്നെങ്കിലും ആരംഭിക്കട്ടെ. സൗന്ദര്യലഹരി പോലെയുള്ള ശങ്കര കൃതികൾ, ശങ്കരൻ്റേതെന്ന് നമ്മൾ കരുതുന്ന വിശ്വസിക്കുന്ന കൃതികൾ, അത് ചർച്ച ചെയ്യപ്പെടട്ടെ. കൂടുതൽ അത് പഠന വിധേയമാക്കപ്പെടട്ടെ. അങ്ങനെ പഠന വിധേയമാക്കി അതിൻ്റെ ആ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ആനന്ദലഹരിയിലേക്ക് എല്ലാവരും എത്തിക്കട്ടെ. നന്ദി, നമസ്കാരം.